നിങ്ങൾ നേരിടുന്ന പരിശോധന എത്ര കഠിനമായുള്ളതാണെങ്കിലും ആ നാളുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പരിശോധന നാളുകൾ കഴിയും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടും. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് കേൾക്കുക. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. നിങ്ങൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഇന്നത്തെ ദൂത്. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ആ നാളുകൾ കഴിഞ്ഞിട്ട്, അതെ, ആ നാളുകൾ കഴിയും. നിന്ദയുടെ നാളുകൾ, പരിശോധനയുടെ നാളുകൾ, അപമാനം അനുഭവിച്ച നാളുകൾ, അനവധി പേര് കുറ്റപ്പെടുത്തിയ നാളുകൾ, കഠിനമായ ശോധനയിലൂടെ കടന്നുപോയ നാളുകൾ. ആമേൻ. അങ്ങനത്തെ നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചത് ഞാൻ വിളിച്ചു പറയുന്നു. ആ നാളുകൾ കഴിയും. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. പറഞ്ഞപ്പോൾ വളരെ കാലം കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. ആ നാളുകൾ കഴിഞ്ഞിട്ട് ഗർഭം ധരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-ാമത്തെ വയസ്സിൽ കിട്ടിയില്ല, 25-ാം വയസ്സിൽ കിട്ടിയെന്നല്ല. വളരെ വാർദ്ധക്യമായ സമയത്താണ് തലമുറയെ സെക്കരിയാവിനും എലിസബത്തിനും ലഭിക്കുന്നത്. വാർദ്ധക്യത്തോടടുക്കുന്ന സമയത്ത് ആ നാളുകൾ കഴിഞ്ഞു. ഏതാ? നിന്ദയുടെയും പരിഹാസത്തിന്റെയും തലമുറയില്ലാത്തതിന്റെയും പ്രാർത്ഥനകൾ നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെയും നാളുകൾ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് വെളിപ്പെടുത്താനുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. യേശുവിന് വഴിയൊരുക്കുവാനായി ദൈവം നിയോഗിച്ച വ്യക്തി വെളിപ്പെടുവാനുള്ള സമയമായില്ല. അതുകൊണ്ടാണ് എലിസബത്തിനെയും സക്കരിയാവിനെയും ദൈവം പെൻഡിങ്ങിൽ നിർത്തിയത്. ഹല്ലേലൂയ. അവര് വിശ്വാസം വിട്ടുകളഞ്ഞില്ല. അവര് പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു. ആ നാളുകൾ കഠിനമേറിയതായിരുന്നെങ്കിലും ആ നാളുകൾ ഒരു സമയത്ത്, ഒരു കാലത്ത് അത് കഴിഞ്ഞു. മനുഷ്യരുടെ ഉണ്ടായിരുന്ന നിന്ന നീക്കാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. അതെ, ദൈവം നിങ്ങളുടെ നിന്നയെ നീക്കും. ദൈവം നിങ്ങളെ കടാക്ഷിക്കും. ഒരു ദിവസം അതിന് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാൽ മതി. ആ നാൾ വരും. അത് പ്രത്യക്ഷമാകും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ സ്മിർന്നയിലെ സഭയോട് പറയുന്നൊരു ദൂതുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. എന്നാൽ നീ വിശ്വസ്തനായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. പിശാച് നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കാൻ പോവുകയാണ്. പിശാചിന്റെ പരിശോധന എളുപ്പമുള്ളതല്ല, വളരെ കഠിനമുള്ളതാണ്. നശിപ്പിച്ചു കളയാനും വിഴുങ്ങിക്കളയുവാനുമാണ് അവൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിനൊരു കാലഘട്ടം ദൈവം വെച്ചിട്ടുണ്ട്. അടുത്ത എഴുതിയിരിക്കുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന സകല കഠിനമായ ശോധനയ്ക്കും ദൈവം ഒരു കാലഘട്ടം നിർണയിച്ചു കഴിഞ്ഞു. അതിൽ കടക്കില്ല, അതിനപ്പുറത്തേക്ക് അനുവദിക്കില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 20 മുതൽ വാക്കുകൾ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കി തരും. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് അവൻ അറിയാം, ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതിന് മുകളിൽ അവൻ അനുവദിക്കാതെ അതിനോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ സഹിക്കാനുള്ളത് പേടിക്കണ്ട. പേടിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞാൽ ഈ കഠിന ശോധന നടുവിൽ നിങ്ങൾ ഉറച്ചു നിന്നോ. പേടിക്കരുത്. ഇത് നശിപ്പിക്കുമെന്നും ഇത് അവസാനമാണെന്നും ചിന്തിക്കരുത്. പേടിക്കണ്ട. 10 ദിവസം ഉപദ്രവം വരുമെന്ന് പറഞ്ഞാൽ അത് ദൈവം നിർണയിച്ചു വെച്ചതാണ്. ആമേൻ. അതിനപ്പുറത്തേക്ക് ദൈവം ഒരു വിടുതൽ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങൾ കടന്നു പോകുന്ന ശോധന എത്ര നീളമുള്ളതാണെങ്കിലും, എത്ര ആഴമുള്ളതാണെങ്കിലും, എത്ര കാഠിന്യമുള്ളതാണെങ്കിലും ആ നാളുകൾ കഴിയും. ഹല്ലേലൂയ. ആ നാളുകൾ കഴിയും. യോസേഫിനെ തടവിലാക്കാൻ ഒരു സമയം ദൈവം അനുവദിച്ചു കൊടുത്തിരുന്നു എന്ന് 105-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം അനുവദിച്ചു കൊടുത്തിരുന്നു. അതിന്റെ ഒരു കാലഘട്ടം ദൈവം വെച്ചിരുന്നു. അതിന്റെ തെളിവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 105-ാം സങ്കീർത്തനം 18-ാം വാക്യം, യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം, ശോധന വരുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പം
ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്നത് വരെയും, ദൈവത്തിന്റെ അരുളപ്പാടിന് ശോധന വരുന്നത് വരെയും ദൈവം അവന്റെ കാലുകളെ വിലങ്ങണയിക്കുവാൻ അനുവദിച്ചു. അവൻ കുടുങ്ങുകയും ചെയ്തു. ദൈവം ചിലപ്പോഴൊക്കെ കുടുക്കെന്ന് പറഞ്ഞാൽ കുടുങ്ങാൻ സമ്മതിക്കും. അവന്റെ അരുളപ്പാട് നിവൃത്തിയാകുന്നവരെ അതുള്ളൂ കേട്ടോ. വാഗ്ദാനം നിവൃത്തിയാകുന്നവരേ ഉള്ളൂ. അരുളപ്പാടിന്റെ ശോധന നിവൃത്തിയാകുന്നവരേ ഉള്ളൂ. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ പുറത്തു വരും. മിസ്രൈമിന്റെ മന്ത്രിയായിട്ട് തന്നെ അവൻ പുറത്തു വരും. ഒരു അടിമയായിട്ടോ തടവുപുള്ളിയായിട്ടോ ഒരു വീട്ടുപണിക്കാരനായിട്ടോ ഒന്നുമല്ല അവൻ പുറത്തു വരാൻ പോകുന്നു. പുറത്തു വരുന്നത് യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയായി കഴിയുമ്പോൾ അവൻ ഒരു രാജാവിനെ പോലെ പുറത്തു വരും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ നിങ്ങളുടെ സ്ഥിതി അല്ല ദൈവ ശോധന കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പുറത്തു വരുമ്പോഴുള്ള സ്ഥിതി. അത് ഭയങ്കരമായ വ്യത്യാസമായിരിക്കും. അതെ, ആ നാളുകൾ കഴിയും. ദൈവം കൽപ്പിച്ച ആ കാലഘട്ടം കഴിയും. ആ കാലഘട്ടം വലിയ ഇരുളേറിയ കാലഘട്ടമായിരിക്കും, പക്ഷെ അത് കഴിയും. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വചന സന്ദേശങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവർക്കോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടതയുടെയും വേദനയുടെയും തകർച്ചയുടെയും തള്ളപ്പെടലിന്റെയും ചോദ്യചിഹ്നമായി നിൽക്കുന്നതിന്റെയും ഒക്കെ കാലം കഴിയും. ആ കാലങ്ങൾ കഴിയും. ഏപ്രിൽ മാസത്തില് ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാലങ്ങൾ കഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാലം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടു വരും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരും. അത്ഭുതങ്ങൾ ചെയ്യും. ഇത് ഞങ്ങൾ കാണും. ഇന്നത്തെ ദിവസം ദൈവപ്രവർത്തന ദിവസമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശ്വസിക്കുക. ആ നാളുകൾ കഴിയും. പ്രതികൂലത്തിന്റെയും ശോധനയുടെയും പരിശോധനയുടെ ഒക്കെ നാളുകൾ കഴിയും. ദൈവം നിങ്ങൾക്ക് മനുഷ്യരുടെയിലുള്ള നിന്നയെ മാറ്റിക്കളയും. ആ നാളുകൾ കഴിയും. സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.